ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബൂസ്റ്റെക് റൈസ് ആണ്. ഇത് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ചോറിനും ഒക്കെ എടുക്കാൻ പറ്റിയ റൈസാണ്. അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ കുതിരാനായിട്ട് നമുക്ക് വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. ഇത്രയും ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയുമാണ്. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 സവാള അരിഞ്ഞത്, 3 തക്കാളി അരിഞ്ഞത്, 5 പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയുമാണ്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണ്. ബേ ലീവ്സും തക്കോലവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മുടെ അടുത്ത് ഇല്ലായിരുന്നു. ഇനി ഈ കൂട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ കൂടെ നമ്മൾ പുതിനയിലയും മല്ലിയിലയും ഇടുന്നില്ല. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇടുന്നുള്ളൂ. ഇതൊന്ന് വേഗം വഴന്ന് വരാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയുടെ ഒരു കുത്തൽ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മുമ്പേ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചാൽ നമ്മുടെ മസാല അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ കുക്കറിലാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുക്കർ എടുത്തിട്ട് ബിരിയാണി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് റൈസിന് 1 ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് വെള്ളം എന്ന അളവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ആ മസാലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി ചിക്കനിലും അതുപോലെ തന്നെ നമ്മുടെ മസാലയിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഉപ്പ് ആവശ്യമായിട്ട് വന്നു. ഇനി ഇത് നമുക്ക് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ ബൂസ്റ്റെക് റൈസ് എടുത്തേ ഉള്ളൂ. അരി മുഴുവനും ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ റൈസൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഇനി ഈ ബിരിയാണി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്